വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തോന്നിയില്ല, പിന്നെ ഉച്ചയായപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കണ്ടപ്പോൾ തോന്നി, എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ ഇന്ന് ഫുള്ളി ഒരു റെയിനി ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി പറയാൻ തന്നെ എനിക്ക് ഈ റെയിനി ഡേയ്സൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് സൂര്യനെ കാണുന്നതിലും ഇഷ്ടം ഇതുപോലെ മഴ കാണുന്നതാണ്. പലരും ചിലപ്പോൾ അങ്ങനെ ഇരിക്കത്തില്ല, ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് സൂര്യനെ കണ്ടാലേ ദിവസം തുടക്കത്തിറക്കുള്ളാവും. എങ്കിലും ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാൻ മഴയത്ത് നിന്ന് 2-3 തണ്ണിമത്തനൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ശിവയൊക്കെ കളിപ്പിച്ചു. എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. അപ്പം പിന്നെ നേരെ പോയി റെഡിയായി. പിന്നെ അമ്മ ശിവേനൊക്കെ റെഡിയാക്കി. അതിൻ്റെ 2 ബദാമും കഴിച്ചിട്ട് കാറിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് ശിവയെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ അവളെ ഞാൻ നേരെ അമ്മയിലോട്ട് കൊടുത്തു. എന്നിട്ട് കോട്ടയം വരെ പോകണമായിരുന്നു. അപ്പോൾ കുറച്ചൊരു 10-20 മിനിറ്റ് അത്രേ ഉള്ളൂ, അധികം ദൂരമില്ല. എന്നിട്ട് ഞങ്ങൾ പോയി. അപ്പം ഓൺ ദ വേ. പിന്നെ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് മാതാവിന് 200 രൂപയുടെ 2 ചോക്ലേറ്റ് മേടിച്ചു. അതും അവന് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞതാണ്. അതിൻ്റെ കരച്ചിലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ഇവർ വേറെന്തോ കാറിൻ്റെ കാര്യത്തിനായിട്ട് പോയ സമയത്ത് ഞാനിവിടെ ചുമ്മാ എൻ്റെ നെയിൽസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാശിന് കൊള്ളത്തില്ല. ഇടയ്ക്കൊരു ടൈമിൽ ഞാൻ ഫേക്ക് നെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് നെയിൽ നല്ല സൂപ്പറായിരുന്നു, കാരണം ആ ഫേക്ക് നെയിലായിരുന്നു. പിന്നെ ഞാനതിങ്ങനെ പതുക്കെ അങ്ങ് പറിച്ചു, കാരണം അത്യാവശ്യം അത് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറിച്ചതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പശ നമ്മുടെ നെയിലിരിക്കും, അത് കുറച്ച് നാളെടുക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് പറിച്ചെന്നൊക്കെ ഉള്ളൂ, ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാധവൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആരുമില്ല. ഞാനപ്പോൾ കാറിലൊരു ബാഗും കെട്ടിപ്പിടിച്ചിരുന്ന് ബോറടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ കോപ്പറായെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് പോയിട്ട് എൻ്റെ ലിപ്സ്റ്റിക്ക് മൊത്തം പോയി എന്നുള്ളതാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല പോണിറ്റെയിലൊക്കെ കെട്ടി ബാങ്ക്സൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോയത്, ഓഫീസിലോട്ട് പോയത്. എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് പാസ്പോർട്ടിൻ്റെ കാര്യം അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറയാം മുടിയെല്ലാം ഒതുക്കി വെക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പാസ്പോർട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുടി ഒതുക്കി വയ്ക്കണമെന്ന്. ഓക്കെ, എൻ്റെ കുഞ്ഞിലായിരുന്നു എൻ്റെ രണ്ടാമത്തെ എന്തോ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മുടി ഒതുക്കി വെക്കണമെന്ന്. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് ഒന്നാമത് പോയി, അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്നോട് മുടി ഒതുക്കി വെച്ച് ആകെ മൊത്തം ഒരു കുളമായ ഫോട്ടോയാണ് കിട്ടിയത്. അല്ലെങ്കിലും എല്ലാവർക്കും അത് റിലേറ്റബിൾ ആയെന്ന് തോന്നുന്നു. ആധാർ കാർഡിലും പാസ്പോർട്ട് ഫോട്ടോയിലും ഒക്കെ ഒരു ഊള ഫോട്ടോ എനിക്ക് വരുന്നത്. പിന്നെ ഞാൻ കുറേ നേരം എൻ്റെ ചുണ്ടിനെ കുറ്റം പറഞ്ഞിരുന്നു. ഭയങ്കര ഡ്രൈ ആട്ടോ. എന്ത് ലിപ്പാം ഉപയോഗിച്ചിട്ടും അങ്ങോട്ട് ഡ്രൈനെസ് മാറുന്നില്ല. കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക, ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തേ പിന്നെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട് ഗൈസ് ലിപ്പ്. എനിക്കറിയില്ല, ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ ആ ഒരു ന്യൂഡ് ഷെയ്ഡ് മാച്ച് ആയി എന്ന് തോന്നിയിട്ടാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ആക്ച്വലി ആ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിൻ്റെ കളറ് നല്ല രസമാണ്, ഒരു നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ അതിട്ട് ആ ചുണ്ടെൻ്റെ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. ഞാൻ ലാക്മേയുടെ ഒന്നായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാനത് ഭയങ്കര റെഡ് ആയതുകൊണ്ട് ഞാൻ അത് പിന്നെ തിരിച്ച് പോകുന്ന സമയത്ത് മേഘം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ക്യാമറയിൽ എടുത്തിട്ട് ആ ഒരു ലുക്കും വരുന്നില്ല. ഒരുമാതിരി ഇടിവെട്ടി മഴ പെയ്യാൻ പോകുന്നൊരു ലുക്ക് ഉണ്ടായിരുന്നുള്ളൂ ക്യാമറയിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ നല്ല രസമായിരുന്നു. ഞാൻ അപ്പം പറഞ്ഞായിരുന്നു, പക്ഷെ ഞാനത് എൻ്റെ വോയിസ് ഞാൻ ഇട്ടില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് മാതാനൊക്കെ കിടന്ന് കരച്ചിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് നൈസായിട്ട് എൻ്റെ കയ്യിൽ ഡയറി മിൽക്ക് അങ്ങ് അടിച്ച് മാറ്റിയെടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ കഴിച്ചാൽ വീട്ടിലൊരു കൊലപാതകം തന്നെ നടക്കും. അപ്പോൾ ഞാനത് നേരെ എടുത്തിട്ട്
എന്നിട്ട് കാറിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അല്ല, ഫ്രിഡ്ജ് മീൻസ് മറ്റൊരിതുണ്ടാവുമല്ലോ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് സാധനം, അല്ല കാറിലുള്ള ഫ്രിഡ്ജ് പോലത്തെ സംഭവം, അതിനകത്ത് കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ശിവ എൻ്റെ കയ്യിലായി. അപ്പോൾ അവളിങ്ങനെ കാർട്ടൂണൊക്കെ ഉണ്ട്, നല്ല സുഖിച്ചിൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഞാൻ എന്താണ് ഈ കോപ്പറങ്ങൾ കളിക്കുന്നത്, ഏതൊക്കെ ഡയറക്ഷനിൽ പിടിച്ചിട്ട് ക്യാമറയിൽ അങ്ങോട്ട് മഴ കാണുന്നില്ല. അത്ര മഴ ഉണ്ടായിരുന്നില്ല, ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ പോകുമ്പോൾ മെയിനായിട്ട് പോകുന്നത് ഹൈപ്പർ മാർക്കറ്റ്സിലാണ്. അവിടെ പോവുക, ഫുഡ് മേടിക്കുക, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ എനിക്കായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും മേടിച്ചില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല. കാരണം മാതാൻ വണ്ടിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളൊരു പെട്ടെന്ന് 15 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഷോപ്പിങ്ങിന് വേണ്ടി. അത്രയും പെട്ടെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. കാരണം നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഷോപ്പ് ചെയ്ത് കഴിയാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ താളം തുള്ളി പോകുന്നതുകൊണ്ടാണ്, അതായത് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് എപ്പോഴും ഷോപ്പ് ചെയ്ത് വരുമ്പോൾ ലേറ്റ് ആകുന്നത്. പക്ഷേ ഈ പ്രശ്നം ഭയങ്കര നേരത്തെയായിരുന്നു. പിന്നെ ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ റൂമിന് കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് എല്ലാ മാസവും റൂം ഭയങ്കര വെറൈറ്റി ആയിട്ട് കാണാനാണ് ഇഷ്ടം. ഓരോ മാസം നമ്മൾ എനിക്കത് ബോറടിക്കുമ്പോൾ ഞാനങ്ങനെ മാറ്റും. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് പൈസ മുടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി പൈസ ഒന്നും മുടക്കില്ല. കുറച്ച് പ്ലാൻസ്, കാര്യങ്ങൾ, ലൈറ്റ്സ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പക്ഷെ എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ ഫോണിനാണോ എനിക്കാണോ പ്രശ്നം എന്നല്ല, എനിക്കെന്തോ ഞാൻ ചെയ്തതിനൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞാനിങ്ങനെ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇടാൻ, എങ്കിലും ഞാൻ അടുത്തടുത്ത വീഡിയോയിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്സിലായാലും എൻ്റെ റൂമിൻ്റെ ലുക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയുക, ഞാൻ അങ്ങോട്ട് സെറ്റാക്കിയതാണ് എൻ്റെ റൂമിനെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടോട്ട് റൂം മേക്ക് ഓവറൊക്കെ ചെയ്യണം. പക്ഷേ ഇതുവരെ കംപ്ലീറ്റഡ് ആയിട്ടില്ല. കുറച്ച് കുഞ്ഞു പരിപാടീസും കൂടെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, എൻ്റെ ഒരു ബോൾ ഭയങ്കര ബ്ലാങ്കാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റേഴ്സ് പോലൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.